ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളിൽ നിന്ന് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തി. ADGP ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും അത് എഴുതേണ്ടി വന്നത്. വൈകുന്നതിലുള്ള ആശങ്കയാണല്ലോ ലേഖനത്തിൽ കൂടെ വീണ്ടും പങ്കുവച്ചത്. ADGP വിഷയത്തിൽ ഇടതു രാഷ്ട്രീയം മറന്ന് കാമ്പില്ലാ പ്രതികരണങ്ങൾ കൊണ്ട് CPM നേതാക്കൾ കഷ്ടപ്പെടുമ്പോൾ കരുത്തോടെ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുകയാണ് CPI. അത് ബിനോയ് വിശ്വം LDF-ൽ കീഴടങ്ങിയതിലെ നീരസമാണെങ്കിലും അല്ലെങ്കിലും പിണറായി പേടിയില്ലാതെ പ്രകാശ് റാവു പറയുന്നു MR അജിത് കുമാറിനെ ADGP സ്ഥാനത്തുനിന്ന് മാറ്റിയേ പറ്റൂ. രാഷ്ട്രീയ വിഷയത്തിൽ എന്തു DGP അന്വേഷണം എന്നും ചോദിക്കുന്നുണ്ട് നട്ടല് വളയ്ക്കാതെ CPI ദേശീയ നിർവാഹക സമിതി അംഗം. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലക്കാരന്റെ RSS കൂടിക്കാഴ്ചകൾ സ്ഥിരീകരിക്കപ്പെട്ട നാളിത്രയായിട്ടും CPM സർക്കാർ ഇപ്പോഴും അയാൾ അതേ പദവിയിൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? വിജിലൻസ് അന്വേഷണ ശുപാർശയ്ക്ക് മുന്നിൽ മുഖ്യമന്ത്രി മൗനവ്രതം ഇരിക്കുന്നത് എന്തിനാണ്? LDF-ലെ ഘടകകക്ഷികളെക്കാൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഘടകകക്ഷി RSS സൗഹൃദക്കാരൻ അജിത് കുമാർ ആകുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ എസ് സുരേഷ്, ശ്രീ ബലദേവ് സച്ചിദാനന്ദ ചർച്ചയിലേക്ക് വരും മുൻപ് ശ്രീ PV അൻവർ ചേരുന്നുണ്ട്. ശ്രീ PV അൻവർ, താങ്കൾ വെറുതെ ആകാശത്തേക്ക് വെടിവെച്ചതല്ല. ഒരു അന്വേഷണ സംഘമില്ലാത്ത താങ്കളുടെ പരിമിതിയിൽ നിന്ന് മുന്നോട്ട് വയ്ക്കാവുന്ന തെളിവടക്കമായിരുന്നു ആരോപണങ്ങൾ. താങ്കൾ ആദ്യ വാർത്താ സമ്മേളനം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് 29 ഇന്നേക്ക് കൃത്യം 20 ദിവസങ്ങളാവുകയാണ്. ADGP MR അജിത് കുമാറിന്റെ രോമത്തിന് പോലും ഒന്നും സംഭവിക്കാതെ സർവ്വപ്രതാപിയായി വാഴുന്നുവെങ്കിൽ അതെന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ ധാരണ, ശ്രീ PV അൻവർ? അല്ല, അതെന്തുകൊണ്ടാണ് എന്ന് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വാഷ്മി. കേരളത്തിലെ ജനങ്ങള് 3.5 കോടി ജനങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണത്. അതേ ചോദ്യത്തിൽ ഞാനും ആ 3.5 കോടി ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഞാനും ആലോചിക്കുകയാണ് എന്താണ് ഈ കാര്യങ്ങൾ ഇപ്പോഴും ഈ രീതിയിൽ പോകുന്നതെന്ന്. അതിന് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയുന്നതിന് ചെറിയ പ്രയാസങ്ങളുണ്ട്. വി വിൽ വെയിറ്റ് ആൻഡ് സീ. ശ്രീ PV അൻവർ, താങ്കൾ ഇന്ന് MV ഗോവിന്ദന് ദൂതൻ മുഖാന്തരം പരാതി നൽകിയ കാര്യം വാർത്തയായി വരുന്നുണ്ട്. ആ പരാതിയിൽ താങ്കളുടെ ഈ പറയുന്ന ആശങ്കകൾ എണ്ണി പറയുന്നുണ്ടോ ശ്രീ PV അൻവർ? ഓരോന്നും എണ്ണി പറയുന്നുണ്ട്. അത് ഇപ്പോ ഈ ഒരു ഘട്ടത്തില് പാർട്ടിക്ക് നൽകിയ എന്താ പറയാ ഒരു കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയതുകൊണ്ട് അതിപ്പോ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് അതിനെ പറയണ്ട. പക്ഷേ ഈ PCC കിട്ടുന്ന ആ കരുത്തുറ്റ കോട്ടയ്ക്കുള്ളിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ന വണ്ണം ഈ അജിത് കുമാർ സുരക്ഷിതനായിരിക്കുന്നു എന്ന ആശങ്ക താങ്കൾക്കുണ്ടോ? 100% ഉണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. ശശിയെ സംബന്ധിച്ച് വ്യക്തമായി ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ അജിത് കുമാറിന്റെ കരാള ഹസ്തങ്ങൾക്ക് പിന്നിൽ ശശി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. PV അൻവർ, ഇവിടെ DGP വിജിലൻസ് അന്വേഷണ ശുപാർശ സമർപ്പിച്ചു. നാളുകൾ കുറേയായി. അത് കവടിയാർ രാജവീതിയിലെ കൊട്ടാരം മാത്രമല്ല, ഇപ്പൊ സ്വർണ്ണക്കടത്തിലെ കാശുണ്ടാക്കൽ, വകുപ്പുകൾ ഒഴിവാക്കി കൊടുത്ത് കോടികൾ ഉണ്ടാക്കി എന്നതടക്കം അതിഗുരുതരമാണ് താങ്കളുടെ അടക്കം ആരോപണങ്ങൾ. താങ്കളുടെ അല്ലാത്ത 2 പരാതികൾ കൂടിയുണ്ട്. 7 ദിവസമായി. എന്തുകൊണ്ടാണ് PV അൻവർ അതിൽ അന്വേഷണം ഉണ്ടാവാത്തത്? ഇല്ല, ഞാൻ പത്രവാർത്ത വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 7 ദിവസമായി DGP ഇങ്ങനെ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പെർമിഷന് വേണ്ടിയിട്ട് ഹോം ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു എന്ന വാർത്ത ഞാൻ കാണുന്നുണ്ട്. ആ പറഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ, അത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് ഇപ്പോഴും കൺഫേം ആയി പറയാൻ എനിക്ക് കഴിയില്ല. ആ പറഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഇനിയും ഈ ഒരു കാര്യത്തിന് ഡിലേ? സംസ്ഥാന പോലീസ് മേധാവിയാണ് പെർമിഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത്ര ദിവസം നീണ്ടുപോകേണ്ട ഒരു കാര്യവും അതിനില്ല. അത് സത്യത്തിൽ വളരെ സംശയാസ്പദം തന്നെയാണ് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ആ നീക്കം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PV അൻവർ, മുഖ്യമന്ത്രി അനുവാദം കൊടുക്കണം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിന് അനുവാദം കൊടുക്കാത്തത്? അല്ല, അത് മുഖ്യമന്ത്രിയാണോ കൊടുക്കുന്നത്, പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ കൊടുക്കേണ്ടത് എനിക്കറിയില്ല. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി ആണല്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹമാണല്ലോ ഈ ഓരോ കാര്യങ്ങളും ഇതുവരെ ചെയ്തു വന്നത്. അതുകൊണ്ട് ഒരു സ്ഥിരമായിട്ട് ഫയൽ മുക്കുന്ന അദ്ദേഹം ആ ഫയലും അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ DGP കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കേണ്ടതുണ്ടല്ലോ. അത് കാണിച്ചതെന്ന് നമുക്കറിയില്ല. ശ്രീ PV അൻവർ, ഈ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴാണ് താങ്കൾ പറഞ്ഞത് വേറൊരു സ്ഥലത്തെ പാലക്കാട്ടെ കാര്യമാണ്. ഈ ദത്താത്രേയ ഹോസാബലിയുമായുള്ള കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴാണ് കേരളം പറയുന്നത്. എനിക്ക് തോന്നുന്നു CPM പോലും പറയുന്നത് അപ്പോഴാണ്. 16-17 മാസങ്ങൾ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത് പൂഴ്ത്തിവെച്ചു എന്നതാണോ താങ്കളുടെ സംശയം, ശ്രീ PV അൻവർ? സംശയമല്ല എന്റെ പൊന്നാശ്മി, ഉറപ്പല്ലേ. അദ്ദേഹം ഇത് മാത്രമല്ലല്ലോ പൂഴ്ത്തി വെച്ചിട്ടില്ല. അദ്ദേഹം ഇഷ്ടം പോലെ പലതും പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പൂഴ്ത്തി വെച്ചത് പലതും ഞാൻ പുറത്തേക്ക് വിട്ടല്ലോ, തെളിവടക്കം പറഞ്ഞല്ലോ. ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് അറിയാം ആശ്മി? ഞാൻ വിട്ട തെളിവുകളുടെ കുറിച്ചുള്ള അന്വേഷണം അല്ല ചില ഘട്ടത്തിൽ നടക്കുന്നത്.
എനിക്ക് ആര് ഈ തെളിവ് തന്നു എന്നുള്ള അന്വേഷണം നടക്കുന്നത്. അത് DGP അറിഞ്ഞുകൊണ്ടാണോ ഇല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അറിഞ്ഞിട്ടാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പാരലൽ സംവിധാനത്തിൽ MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ പോലീസ് സംഘം ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുതയെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്. എനിക്ക് ഈ വസ്തുത എങ്ങനെ കിട്ടി എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? അവിടെയാണല്ലോ പ്രശ്നം. അല്ല സർ, PV അൻവർ, ഈ ADGP MR അജിത് കുമാർ ഉഗ്രപ്രതാപിയാണെന്നേ. ഇപ്പൊ ADGP MR അജിത് കുമാർ ഒരു അവധിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവധി കട്ട് ചെയ്ത് തിരിച്ചു കയറുന്നതിന് അർത്ഥം എന്താണ്? നീ ചെയ്യാവുന്നതൊക്കെ അങ്ങ് ചെയ്യടാ എന്ന വെല്ലുവിളിയല്ലേ PV അൻവർ? അപ്പൊ അദ്ദേഹം ഉഗ്രപ്രതാപി ആയിരിക്കുമ്പോൾ താങ്കൾക്കെതിരെ അന്വേഷണം ഉണ്ടാവില്ല എന്ന് താങ്കൾ കരുതിയോ PV അൻവർ? അല്ല, ഞാനതൊന്നും കരുതിയിട്ടില്ല. അത് അന്വേഷിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഈ മറ്റന്വേഷണം കൂടി അതിന് കൂടെ നടക്കണ്ടേ? ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലെ കുറിച്ചല്ലല്ലോ ഇപ്പൊ ഈ അന്വേഷിക്കുന്നത്. അതങ്ങനെ ഒരു പാരലൽ എൻക്വയറി നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട DGPയും ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന്റെ ടീമിന്റെയും ഭാഗമായിട്ട് ആ അന്വേഷണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാരലൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പുറത്തുവിട്ട വിവരങ്ങളൊക്കെ എങ്ങനെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അതെന്താ സൂചിപ്പിക്കുന്നത്? കേരളത്തിൽ ജനങ്ങൾ അറിയട്ടെ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്ന്. PV അൻവർ, പടുക്ക് ജയശങ്കർ താങ്കളെ പറ്റി മഹാവൃത്തികേട് പറഞ്ഞാലും കേരളത്തിനറിയാം താങ്കൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമകനാണ്. ഒരു സ്വാതന്ത്ര്യ സമര പൈതൃകം പേർന്ന കുടുംബത്തിലെ ആളാണ്. താങ്കൾക്ക് ഉറപ്പായും രാഷ്ട്രീയം, താങ്കൾ അടിമുടി രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അന്വേഷണത്തിൽ താങ്കൾ ഇപ്പോൾ വ്യാപൃതനാണ്. PV അൻവർ ഇന്ന് പ്രകാശ് ബാബു അടക്കം അമർഷം എടുത്തു പറയുകയാണ്. ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ RSSുമായി തലയിൽ മുണ്ടിട്ട് പോയി കണ്ട ഒരാൾ ADGP പദവിയിലിരിക്കാൻ യോഗ്യനല്ല എന്ന് പ്രകാശ് ബാബു പറയുന്നു. PV അൻവർ, താങ്കൾ ആത്മാർത്ഥമായി കരുതുന്നുണ്ടോ DGP അന്വേഷിച്ചാൽ ദത്താത്രേയ ഹോസാബലയും റാം മാധവനെയും പോയി കണ്ടത് എന്തിനാണ് എന്ന് വ്യക്തമാകുമെന്ന് സത്യത്തിൽ താങ്കൾ കരുതുന്നുണ്ടോ PV അൻവർ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ അശ്വിനി, അങ്ങനെ കരുതാൻ അത്രത്തോളം വിവരദോഷികളായിട്ടുള്ള മനുഷ്യരാണോ കേരളത്തിലുള്ളത്? അത്രയും വിവരദോഷികളായ നേതാക്കന്മാരാണോ ഇടതുപക്ഷത്തിലുള്ളത്? ഇനി അദ്ദേഹത്തിന് ഈ പറയുന്ന അജിത് കുമാറിന് അദ്ദേഹത്തിനെ കാണണമെങ്കിൽ എന്താ പകൽ വെളിച്ചത്ത് പോയി കണ്ടൂടെ? അതിനെന്താ തടസ്സം? പബ്ലിക്കായി കണ്ടൂടെ? ഇത് പബ്ലിക്കായിട്ടല്ലല്ലോ കണ്ടത്. സ്വകാര്യ വാഹനത്തിൽ, ഒഫീഷ്യൽ വാഹനം മാറ്റി സ്വകാര്യ വാഹനത്തിൽ കയറി അവിടെ തലയിൽ മുണ്ടിട്ട് ഇത്ര രഹസ്യമായി പോയി കാണേണ്ട കാര്യം എന്താ? സ്വാഭാവികമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർ എന്ന നിലക്ക് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ADGP അജിത് കുമാർ ഇപ്പൊ ആരെ കണ്ടാലും നമുക്ക് അതിനെ എന്താ പറയാ, അതിനെ എതിർക്കുന്നതിന് പരിധിയുണ്ട്. ഇതങ്ങനെയല്ലല്ലോ. എന്തിനാണ് ഈ ഒളിച്ചുകളി? ഒളിച്ചു പോയിട്ടല്ലേ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നടപടി സ്വീകരിക്കണ്ടേ? PV അൻവർ, LDF കൺവീനർ എന്താണ്? LDF കൺവീനർ ചിരകാല ദീർഘകാലത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. LDF എക്കാലത്തും CPM എക്കാലത്തും ശത്രുപക്ഷത്ത് നിർത്തുന്ന RSS എന്ന ഐഡിയോളജി, RSS നേതാക്കളെ പോയി കണ്ട കൂടിക്കാഴ്ച അല്ല പ്രശ്നം. അവിടെ സംസാരിച്ചത് എന്താണെന്നാണ് പ്രശ്നം. എന്നതാ ഇന്നും പറയണം LDF കൺവീനർ. അതെന്ത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് PV അൻവർ? അതെനിക്കറിയില്ല, ഞാനത് കേട്ടില്ല ലക്ഷ്മി. എനിക്ക് എന്റെ കാര്യമേ പറയാൻ സാധിക്കുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ എന്നോട് പരിധി വിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അതിന് ഞാൻ ഇപ്പൊ മറുപടി പറയില്ല. ഒറ്റ കാര്യം കൂടി PV അൻവർ, ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ സമയവും ADGP കസേരയിൽ ഉഗ്രപ്രതാപിയായി അവിടെ തുടരുന്നു ADGP MR അജിത് കുമാർ. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ADGP MR അജിത് കുമാർ ഇടപെടുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് നടന്ന പരാതി ഏതളവിൽ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് എന്തായാലും കാണാം. അന്വേഷണം ഇങ്ങനെ നീളുകയാണെങ്കിൽ, ADGP പദവിയിൽ MR അജിത് കുമാർ പൂർവാധികം ശക്തനായി തുടരുകയാണെങ്കിൽ ഈ പോരാട്ടത്തിന് തുടക്കം കുറിച്ച ആളെന്ന നിലയ്ക്ക് താങ്കളുടെ അടുത്ത നീക്കം എന്താകും എന്ന് പറയാമോ അൻവർ? അല്ല, ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ച് തന്നെ എതിർക്കും, സഖാക്കളെ സംഘടിപ്പിച്ച് തന്നെ എതിർക്കും, പൊതുസമൂഹത്തിനെ ഒരുമിച്ച് നിർത്തി അതിനെ എതിർക്കും. ഒരു തർക്കമില്ല അതില്. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ഒരു മാസത്തെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതല്ലേ ബഹുമാനപ്പെട്ട CM പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താ തീരുമാനം? നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് അപ്പം ആലോചിക്കാം. ഇപ്പം നമുക്കതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഞാനതിൽ വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. കാരണം ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതോട് കൂടിയിട്ട് സത്യസന്ധമായൊരു നിലപാട് പാർട്ടിയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും CM-ൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല PV അൻവർ, ഇവിടെ സ്വർണ്ണക്കടത്തിൽ താങ്കൾ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, ഇപ്പോൾ ദുബായ് മാർക്കറ്റിൽ നിന്ന് ഒരു മലയാളി സ്വർണ്ണം വാങ്ങിയാൽ അതിനുള്ള ലിങ്ക് ഇവർക്കുണ്ട് എന്നൊക്കെ പറയുന്ന അന്വേഷണം എന്തായാലും DGPക്ക് അന്വേഷിക്കാൻ കഴിയുന്നതല്ല. അതിന് വലിയ അന്വേഷണം വേണം, പോട്ടെ. പക്ഷേ ഈ മാമി തിരോധാന കേസിലടക്കം താങ്കൾ പിന്നെയും തെളിവുകൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ടല്ലോ. അതിൽ പങ്ക് എന്ന സംശയം കൂടുതൽ ബലപ്പെടുന്നുണ്ടല്ലോ. അതിലെങ്കിലും ഒരു നടപടി ഉണ്ടാവണ്ടേ PV അൻവർ? അശ്വിനി, അതാണ് ഇതിൽ വേറെ തമാശ. അതായത് ഈ 13 മാസമായി ഈ MR അജിത് കുമാറിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഈ കേസ് അന്വേഷിച്ചു.
എവിടെയും എത്താതെ ആയപ്പോൾ മാമിയുടെ കുടുംബം കഴിഞ്ഞ ജൂൺ 9 ഈ വർഷം, അതായത് 2 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് കുടുംബാംഗങ്ങളും ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പോയി CM-നെ കണ്ട് CM വളരെ വിശദമായി കാര്യങ്ങൾ കേട്ടു. അവരോട് പറഞ്ഞു ഇതിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാൻ ഞാനിതാ ഉത്തരവിടുന്നു എന്ന് പറഞ്ഞ് CM അതിൽ കുറിപ്പെഴുതി ഇവർ കൊടുത്ത പരാതിയിൽ. അങ്ങനെ അവർ സമാധാനത്തിൽ തിരിച്ചു വന്നു. ജൂൺ 14 16 അവർക്കൊരു ഉത്തരവ് കിട്ടുകയാണ്. എന്താ ഉത്തരവ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഇവരിന്ന് പോയിട്ടുണ്ടായിരുന്ന മാമിയുടെ കുടുംബാംഗങ്ങൾക്കും ആക്ഷൻ കൗൺസിലിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പിനെ മറികടന്ന് ഈ പറയുന്ന MR അജിത് കുമാർ ഒരു പുതിയ SIT ടീമിനെ ഉണ്ടാക്കുകയാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ക്രൈംബ്രാഞ്ചിന് കൊടുത്തില്ല. മാത്രമല്ല, ഈ കേസ് അന്വേഷിച്ച് MR അജിത് കുമാറിനോട് താളത്തിന് തുള്ളിയ ഉദ്യോഗസ്ഥന്മാരാണ് മുഴുവനും. പിന്നെ അതിനൊരു പുതിയ തലവനെ വെച്ചു. ആരാന്നറിയോ? ഈ മലപ്പുറം SP കോഴിക്കോട് കേസ് അന്വേഷിക്കാനേ. പിന്നെ വേറൊരാളെ വെച്ചു. അതാരാന്നറിയോ? വയനാട്ടിലെ ഒരു DOSP. ഇങ്ങനെ ഈ കുടുംബത്തെയും ആ പറയുന്ന ആക്ഷൻ കമ്മിറ്റിയെയും ഇദ്ദേഹം കബളിപ്പിച്ചു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഇപ്പൊ ഞാൻ ഈ കൊടുത്ത പരാതിയിൽ ഈ വിഷയം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാൻ തീരുമാനിക്കുകയും അത് ഓർഡർ ആകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചു. ആരാ അന്വേഷിച്ചിരുന്നത്? കോഴിക്കോട് ക്രൈംബ്രാഞ്ച് IGക്കായിരുന്നു ഉത്തരവാദിത്തം, പ്രകാശ് IPS-ന്. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസറാണ്. കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ SP ഇല്ല, അദ്ദേഹം ലീവിലാണ്, അദ്ദേഹം ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പൊ എന്തായി? മലപ്പുറത്തെ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന വിക്രമിന് ചുമതല കൊടുത്തു. വിക്രം ആരാണെന്ന് കേരളത്തിലെ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, ആശ്മിക്കും അറിയുന്നുണ്ടാവും. NIA-യിൽ ഉൾപ്പെടെ വലിയ ഒരുപാട് കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ നല്ല ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് കേരള പോലീസിൽ നമ്പർ 1 ആണ്. അദ്ദേഹമാണ് 3 ദിവസം കേസ് അന്വേഷിച്ചത്. എന്റെ ജൂനിയറായി എന്റെ കോളേജിൽ പഠിച്ചതാണ്, എന്റെ നാട്ടുകാരനാണ്, എല്ലാ മനുഷ്യർക്കും അറിയുന്ന വളരെ സത്യസന്ധനായ പോലീസ് ഓഫീസറാ. 3 ദിവസമാണ് കേസ് അന്വേഷിച്ചത്. 3-ാമത്തെ ദിവസം ഇപ്പൊ ഈ പോലീസ് ഓഫീസർമാരുടെ ചേഞ്ചിൽ അദ്ദേഹത്തെ മാറ്റി, അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പോ അദ്ദേഹം ഈ കേസ് അന്വേഷിക്കണമെന്നാണ് ആ കുടുംബത്തിന്റെ ആവശ്യം, ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. അത് വെച്ച് ഞാൻ ബഹുമാനപ്പെട്ട DGP-ക്ക് കത്ത് കൊടുത്തു. ഈ കുടുംബവും ആക്ഷൻ കൗൺസിലും കോഴിക്കോട് CPM-ന്റെ സകല നേതാക്കന്മാരെയും പോയി കണ്ടു, LDF കൺവീനറെ കണ്ടു, പാർട്ടി സെക്രട്ടറിയെ കണ്ടു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു, ബഹുമാനപ്പെട്ട കോഴിക്കോടിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി റിയാസിന് ഒരു കത്ത് കൊടുത്തു. എന്താ കത്ത് കൊടുത്തത്? ഇദ്ദേഹത്തെ തന്നെ വെച്ച് അന്വേഷിക്കണമെന്ന്, ഈ പറയുന്ന വിക്രമനെ തന്നെ വെച്ച് അന്വേഷിക്കണമെന്ന്. ഈ നിമിഷം വരെ അത് ഓർഡർ ആയിട്ടില്ല, ഈ നിമിഷം വരെ. അപ്പൊ എന്താ ഇന്ന് മനസ്സിലാക്കേണ്ടത്? കുടുംബം പറയുന്നു, നാട്ടുകാർ പറയുന്നു, ആക്ഷൻ കമ്മിറ്റി പറയുന്നു, ഈ പരാതി കൊടുത്ത PV Anwar MLA പറയുന്നു ഇത് രണ്ടാമത് അന്വേഷിച്ച ഈ സത്യസന്ധനായ ഓഫീസർ ഇത് അന്വേഷിക്കണമെന്ന്. തീരുമാനമില്ല, ഇതുവരെ ഇല്ല. നാളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു PV Anwar. എന്തായാലും താങ്കൾ പറയുകയാണ് ADGP സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ DGP അന്വേഷണ റിപ്പോർട്ടിന് മാറുന്നില്ലെങ്കിൽ സഖാക്കളെ സംഘടിപ്പിച്ച് സമരം നടത്തും. പക്ഷേ സമരം നടത്താൻ ഇങ്ങോട്ടേക്കാണ്, ആഭ്യന്തര വകുപ്പിലേക്കാണ് അവിടെ സമരം നടത്തുന്നത്. താങ്ക് യു അൻവർ എന്തായാലും പ്രതികരിച്ചു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോഴും ശ്രീ PV Anwar അവിടെ ഈ ബാറ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയിൽ മാത്രം നിർത്തുകയാണ്. ഈ പറയുന്ന എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും മുക്കി, ഈ പറഞ്ഞ എല്ലാ IB റിപ്പോർട്ടുകളും മുക്കി മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാതിരിക്കുന്ന അവിടെ ബാരിക്കേഡ് കിട്ടുന്ന ഈ P ശശിയിൽ നിർത്തുകയാണ്. എത്രത്തോളം അത് രാഷ്ട്രീയമായി ദഹിക്കുന്നതാണ് എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് പ്രകാശ് ബാബു പറയുകയാണ്, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്, ഞങ്ങൾക്ക് അമർഷമുണ്ട്, ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് പറയുന്നത് LDF-ലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷി. ഇപ്പം അൻവർ ഉന്നയിക്കുന്ന ഈ ഗുരുതര ആരോപണങ്ങൾ മാറ്റി നിർത്ത്. CPM എല്ലാ കാലവും ശത്രുപക്ഷത്ത് നിർത്തുന്ന RSS-നെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന CPM-ന്റെ ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ക്രമസമാധാന ചുമതലക്കാരൻ ദത്താത്രേയ ഹോസാബലെയും റാം മാധവനെയും പോയി കണ്ടു എന്ന് പച്ചവെള്ളം പോലെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടും ഈ ദിവസങ്ങളായിട്ടും അയാൾക്കെതിരെ ഒറ്റ നടപടിയും ഉണ്ടാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് ജ്യോതികുമാർ ചാമക്കാല? കാശ്മീർ ഇന്നത്തെ ജനയുഗത്തിൽ വന്നിട്ടുള്ള ഏതാനും വാചകങ്ങൾ വായിക്കാൻ എന്നെ അനുവദിക്കണം. അത് എനിക്ക് എക്കോ വരുന്നുണ്ട്, അത് PCR-ലൊന്ന് പറയണം. ശരിയാക്കാം ചാമക്കാല, ശരിയാക്കാം. ഇപ്പോൾ ജനയുഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്:
ജനഹിതമാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് പിന്നിലെ ചാലകശക്തിയെന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി നിരന്തര ബന്ധം താരതമ്യേന കുറവുള്ള ചുമതലകളിലേക്ക് മാറ്റാവുന്നതാണ്. ഞങ്ങളാരും പറയുന്നതല്ല, ശ്രീ കെ പ്രകാശ് ബാബു പറയുന്നതാണ്. ഒരു ജനകീയ സർക്കാരിൻ്റെ ജനപക്ഷ നിലപാട് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥർ സർക്കാരിനെ എപ്പോഴും പ്രതിസന്ധിയിൽ കൊണ്ടുവന്നെത്തിക്കും. അത്തരമൊരവസ്ഥയാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളുമായുള്ള സന്ദർശനം വരുത്തിവച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നതും CPIയുടെ മുതിർന്ന നേതാവ് ശ്രീ പ്രകാശ് ബാബുവാണ്. വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വർഗീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട്. പക്ഷേ RSS എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ 2 ദേശീയ നേതാക്കളെ തികച്ചും മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിൽക്കുന്ന കേരളത്തിൽ, പ്രത്യേകിച്ച് വർഗീയ സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് രഹസ്യമായി സന്ദർശിച്ചത് എന്നറിയാൻ ഏവർക്കും താല്പര്യമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വാചകം തന്നെയാണ് ശ്രീ പ്രകാശ് ബാബുവും പറയുന്നത്. ഔദ്യോഗികമായോ വ്യക്തിപരമായോ ആയ എന്താവശ്യത്തിനാണ് അവരെ താൻ സന്ദർശിച്ചതെന്ന് പറയാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥനുണ്ട്. കുറഞ്ഞ പക്ഷം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. അതിന് ഉദ്യോഗസ്ഥൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിലവിലെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണം. ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാശ് ബാബുവാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം, ഫെഡറലിസം, ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹിയുമായി രഹസ്യ ചർച്ച നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ രാഷ്ട്രീയ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്കമാണ്. ഇത്രയുമാണ് ശ്രീ പ്രകാശ് ബാബു പറഞ്ഞതിലെ രാഷ്ട്രീയമായ ഈ സർക്കാരിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യമായ CPIയുടെ ആരോപണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ശ്രീ ADGP അദ്ദേഹം ഇത്തരത്തിൽ ചർച്ച നടത്തി, RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഈ മാസം ആദ്യവാരം തന്നെ പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടു. എന്നാൽ 2 വർഷം ഈ നടന്ന സമയത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. കാരണം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ക്യാബിനറ്റ് അതിനുശേഷം 3-4 പ്രാവശ്യം കൂടി ഒരു ഘട്ടത്തിൽ പോലും CPIയുടെ മന്ത്രിമാർ ഈ വിഷയം അവിടെ അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ അതിൻ്റെ CPIയുടെ ആ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഞാൻ പിന്നീട് വരാം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഈ ഇത്തരത്തിൽ ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷവും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞത് പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്തെ CPIയുടെ മുതിർന്ന നേതാക്കൾ പറഞ്ഞു. അത് ശ്രീ A രാജയിൽ തുടങ്ങി താഴോട്ട് എല്ലാവരും പറഞ്ഞു. CPMൻ്റെ നേതാക്കന്മാർ പോലും പറയാതെ പറഞ്ഞു. അത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ LDFൻ്റെ കൺവീനറും ഒക്കെ പറയാതെ പറഞ്ഞു വെച്ചു. പരസ്യമായി തന്നെ RJDയുടെ നേതാക്കന്മാർ പറഞ്ഞു, NCPയുടെ നേതാക്കന്മാർ പറഞ്ഞു, LDFൽ പറഞ്ഞു. പക്ഷേ തീരുമാനം ഏകാധിപതിയായ മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കവുമില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം. പ്രതിപക്ഷം പറഞ്ഞതിൻ്റെ പേരിലല്ല, PV അൻവർ പറഞ്ഞതിൻ്റെ പേരിലല്ല, ഭരണപക്ഷത്തെ മുന്നണിയിൽപ്പെട്ട സ്വന്തം പാർട്ടിയിൽപ്പെട്ട മുഴുവൻ ആളുകളും പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവിടെ തുടരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആരാണുള്ളത്? ആരുമില്ല. മനസാക്ഷിയോട് ചോദിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ മനസാക്ഷിക്ക് ചേരുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു CPM നേതാവിനെയോ ഒരു ഇടതുപക്ഷ നേതാവിനെയോ നമുക്ക് കാണുവാനില്ല. LDF കൂടുമ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്, ഘടകകക്ഷികൾ പറഞ്ഞു. അവർ ഘടകകക്ഷികളോട് പോയി പറഞ്ഞു, തിരിച്ചിറങ്ങി പോരുന്നു. തീരുമാനം എന്താ പറഞ്ഞത്? അന്വേഷണ പരിധിയിലേക്ക് ആ വിഷയം കൂടി ഉൾപ്പെടുത്താം. അന്വേഷിക്കുന്ന എന്താണ്? ശ്രീ PV അൻവർ പറഞ്ഞിട്ടുള്ള ഗൗരവമുള്ള ആ ADGPക്കെതിരെയുള്ള ഗൗരവമുള്ള ക്രിമിനൽ രാജ്യദ്രോഹ കുറ്റങ്ങൾ ഉൾപ്പെടെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വകുപ്പുകൾ അട്രാക്ട് ചെയ്യുന്ന ക്രൈം ചെയ്തു എന്ന് ഒരു ഭരണപക്ഷ MLA തന്നെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാസം ഈ മാസം 31 തീയതി കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. വൈകുന്നേരം ഉത്തരവിറങ്ങി. ആ ഉത്തരവിനോടൊപ്പം RSS നേതാക്കന്മാരെ കണ്ടതുകൂടി അന്വേഷിക്കാം എന്നാണ് പിന്നീട് മുഖ്യമന്ത്രി LDF യോഗത്തിൽ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ചോദ്യം, ഇവിടെ എന്തന്വേഷിക്കാനാണ്? ഈ ADGP തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞത് RSSൻ്റെ നേതാക്കന്മാർ മാത്രമാണ്. പിന്നീട് അവരതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അപ്പോൾ കണ്ടു എന്ന് ADGP തന്നെ പറഞ്ഞിരിക്കെ ആരോടാണ് അന്വേഷിക്കേണ്ടത്? ഇതിനകത്ത് അന്വേഷിച്ച് എന്താ ക്രൈം എടുക്കാനുള്ളത്? ക്രൈം എടുക്കാനൊന്നുമില്ല. കാരണം ADGPക്ക് RSS നേതാക്കന്മാരെ നിയമപരമായി കാണുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ADGP അല്ല, സംസ്ഥാനത്തിൻ്റെ ഭരണകൂടമാണ്. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് അതിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSൻ്റെ നേതാക്കന്മാരെ കാണുന്നതിൽ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടെന്ത്? അത് തെറ്റാണ് എന്ന് തുടർച്ചയായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കെ അതിന് വിരുദ്ധമായ ഒരു നടപടി എടുക്കാൻ കഴിയാത്തത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് പോയി കണ്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കം വേണ്ട.
മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് പോയി കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട. അപ്പോൾ ആ രീതിയിൽ CPI അവരുടെ മുന്നണി യോഗത്തിൽ പറഞ്ഞു. ആ മുന്നണി യോഗത്തിലെ തീരുമാനം CPIക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് CPIയുടെ ഇന്നത്തെയും സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തു വരുന്നത്. ആ തീരുമാനം ശരിയല്ല എന്ന് ആ യോഗത്തിന് ശേഷവും RJD പരസ്യമായി പറഞ്ഞു, NCP പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികൾ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഘടകകക്ഷികൾ, അവരെല്ലാവരും പറഞ്ഞിട്ടും മുഖ്യമന്ത്രി എന്ന വ്യക്തി, ADGP എന്ന് പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നെങ്കിൽ അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം ബലപ്പെടുത്തും ഈ ADGP കസേര ഇരിക്കുന്നിടത്തോളം കാലം. ശരി, നമുക്ക് എനിക്ക് ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ എത്തും. എസ് സുരേഷിലേക്കും ബലദേവിലേക്കുമാണ് ഇടവേള. എസ് സുരേഷ്, ഇവിടെ ADGP അദ്ദേഹത്തിന് ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച് വേറൊരു വണ്ടിയിൽ കയറി തലയിൽ മുണ്ടിട്ട് ദത്താത്രേയ ഹോസാബിലെയും റാമാധവനും ഒക്കെ പോയി കണ്ടതിൽ ADGP മാറ്റണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടില്ല. നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു വിജിലൻസ് അന്വേഷണ ശുപാർശയുണ്ട്. അത് DGP കൊടുത്തതാണ്. ഏത് DGP? ഈ പറഞ്ഞ PV അൻവറിൻ്റെ എല്ലാ പരാതികളും അന്വേഷിക്കാൻ DGP തന്നെ പറയുന്നു. ഈ സാമ്പത്തിക ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കട്ടെ, ആ ശുപാർശയിൽ തീരുമാനമില്ല. ശ്രീ എസ് സുരേഷ്, ഇവിടെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഒരു കീറക്കടലാസിൽ പരാതി എഴുതി കൊടുത്താൽ QVO PEO എന്നൊക്കെ പറഞ്ഞ സാങ്കേതികതയിൽ കോടതിയിലേക്ക് എത്താവുന്ന അന്വേഷണം നയിക്കുന്ന സർക്കാർ അക്കാര്യത്തിൽ മിണ്ടാട്ടമില്ല, മൗനമാണ്. അതിലെങ്കിൽ പോലും നിങ്ങൾക്ക് പരാതി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ശ്രീ സുരേഷ്? നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളാണ് അജിത് കുമാർ എന്നതുകൊണ്ടാണോ? ശ്രീ ഹാഷ്മി, ശ്രീ MR അജിത്ത് ശ്രീ പിണറായി വിജയന്റെ വേണ്ടപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള അറിവ്. പിന്നെ പിണറായി വിജയന്റെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹം നേരിട്ട് പേഴ്സണൽ സ്റ്റാഫിലോ അല്ലെങ്കിൽ സ്വന്തക്കാരായിട്ടോ നിയമിക്കപ്പെടുന്നവർക്കെല്ലാവർക്കും ഉണ്ടാകുന്ന അധോഗതി എന്താണ് എന്ന് കേരളത്തിന് കഴിഞ്ഞ 7-8 വർഷമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. കാരണം ഏതൊരു കേസിലും പെടാതെ UAE കൗൺസിലേറ്റിലിരുന്ന സ്വപ്ന സുരേഷ് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നതിന് ശേഷം 22 കള്ളക്കടത്ത് നടത്തി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കള്ളക്കടത്ത് മുഴുവൻ പിണറായി വിജയന്റെ ഓഫീസിൽ അവർ എത്തിയതിന് ശേഷം മാത്രമാണ് നടന്നത്. സ്വപ്ന സുരേഷിനെ പോലെയുള്ള ഒരു വനിതയെപ്പോലും കള്ളക്കടത്തുകാരിയാക്കിയ ഓഫീസാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അതുപോലെ തന്നെയാണ് M ശിവശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കള്ളക്കടത്ത് കേസിലും അതുപോലെ ബന്ധപ്പെട്ട കേസുകളിൽ 100 ദിവസത്തിലേറെ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്നുള്ള വസ്തുതയും നമുക്ക് വിസ്മരിക്കാവതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അതീവ ഗുരുതരമായ സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ കുപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയെ ഇന്ന് പിണറായി വിജയൻ കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തിയിരിക്കുന്നത് തന്നെ എങ്ങനെയുള്ളവരാണ് ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനെന്ന് പിണറായി വിജയൻ നിശ്ചയിക്കുന്നു എന്നതിൻ്റെ ഒരു മാനദണ്ഡമാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് PV അൻവറുടെ ആരോപണം സ്വാഭാവികമായിട്ടും ശരിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ MR അജിത്തിനെതിരായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളും ഈ P ശശിക്കും MR അജിത്തിനുമെതിരെ പൊതുവെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതിൽ സ്വർണ്ണ തട്ടിപ്പുണ്ട്, സ്വർണം വെട്ടിപ്പുണ്ട്, സ്വർണം പൊട്ടിപ്പുണ്ട്, മന്ത്രിമാരുടെ ഫോൺ ചോർത്തലുണ്ട്. CPIയുടെ പാവപ്പെട്ട എല്ലാ മന്ത്രിമാരുടെയും ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിവ്. അതുകൊണ്ട് CPIയുടെ നേതാവ് ഇന്ന് പ്രതികരിച്ചത് മാത്രമല്ല, CPIയുടെ സർവ്വരഹസ്യങ്ങളും CPM സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു എന്നാ പറയുന്നത്. പിന്നെയാണോ CPI മന്ത്രി? അതുപോലെ തന്നെ മാഫി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് ADGPക്കെതിരെ ഒരു അന്വേഷണമില്ല, ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണമില്ല, കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കുന്നില്ല എന്നത് രാഷ്ട്രത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പോലും അതിഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇത് ഒരു ADGPയോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ അപ്പുറത്ത് സാക്ഷാൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹെഡായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നുള്ളതിലേക്ക് നമ്മൾ എല്ലാവരും എത്തുകയാണ്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി, ന്യായം, ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നത് അങ്ങേയറ്റം അബദ്ധമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് BJP ചെയ്യേണ്ടത് എന്താണ്? അതുകൊണ്ട് BJP ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പോകണം. അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് BJP ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പോകണം. അമിത്ഷായോട് പറയണം, അവിടെ അജിത് കുമാർ ഇത്തരത്തിൽ സ്വർണ്ണ കള്ളക്കച്ചവടം നടത്തി കോടികൾ സമ്പാദിക്കുന്നു, അവിടെ അജിത് കുമാർ ഇത്തരത്തിൽ അധോലോക നായകനെ പോലെ പെരുമാറുന്നു, ദാവൂദ് ഇബ്രാഹിം മോഡൽ വളരുന്നു, അവിടുത്തെ ഒരു ഭരണപക്ഷ MLA പറയുന്നു പ്രിയപ്പെട്ട അമിത്ഷാ. അതുകൊണ്ട് സർക്കാർ അങ്ങോട്ട് അന്വേഷണം തന്നില്ലെങ്കിൽ കാര്യം ഇയാൾ IPS ഉദ്യോഗസ്ഥനാണ്, കേന്ദ്രത്തിൽ IPS ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? എസ് സുരേഷ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ആ വഴിക്ക്? ചുമ്മാ പറയുന്നതല്ലാതെ.
അല്ല, ഞാൻ മനസ്സിലാക്കുന്ന നിയമം കേരള കേഡറിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ കേന്ദ്രത്തിന് നേരിട്ട് ഒരു അന്വേഷണവും നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന നിയമം. അത് സംസ്ഥാനത്തുനിന്ന് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയും അതിനുവേണ്ടി സസ്പെൻഡ് ചെയ്ത് നിർത്തുകയും ഒക്കെ ചെയ്ത് കേന്ദ്രത്തിന് അന്വേഷണം അതിന്റെ തുടർന്ന് മാത്രമേ കേന്ദ്രത്തിന് അന്വേഷിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് സുരേഷ്. അതായത് അധോലോകത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു അധോലോക നായകനെ പോലെ വാഴുന്ന എന്ന് പറഞ്ഞാൽ ശ്രീ PV Anwar സുരേഷ് PV Anwar പറഞ്ഞ ആരോപണം നോക്കൂ, അത് അന്വേഷിച്ച് തെളിയിക്കേണ്ടതാണ്. ദുബായിൽ ഒരു മലയാളി കടത്താൻ വേണ്ടി സ്വർണം വാങ്ങിയാൽ അപ്പോൾ തന്നെ ടീം അജിത് കുമാറിന് അതിന്റെ വിവരങ്ങൾ കിട്ടുന്നു, അതിങ്ങോട്ടേക്ക് വരുന്നു, പൊട്ടിക്കുന്നു, അതിന്റെ വിഹിതം കൈമാറുന്നു, അങ്ങനെ രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കുന്നു, കോടികൾ തടുത്തു കൂട്ടുന്നു എന്നൊക്കെ പറയുന്ന അധമ പണിയാണ്. കേന്ദ്രം ഇതൊക്കെ അറിഞ്ഞാലും കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അജിത് കുമാർ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനാണ്, പ്രിയപുത്രനാണ്, ഒന്നും ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേന്ദ്രം നിസ്സഹായമാണ് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ദൗർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടനയിൽ ഫെഡറലിസത്തിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സബ്ജക്റ്റിനെ സംബന്ധിച്ചും സെൻട്രൽ സബ്ജക്റ്റിനെ സംബന്ധിച്ചും സ്റ്റേറ്റിനും സെൻട്രലിനുമുള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ആഭ്യന്തരവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പേഴ്സണൽ വകുപ്പ് മുഴുവൻ മുഖ്യമന്ത്രിയുടെ കീഴിലാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കീഴിലാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും ഇടപെട്ടാൽ തന്നെ അങ്ങയെപ്പോലെയുള്ള ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ ഫെഡറലിസം, കേരളത്തിന്റെ ഫെഡറലിസത്തിന് നേരെയുള്ള ആക്രമണം എന്ന നിലയിലുള്ള തലക്കെട്ടുകളും ചർച്ചകളും വരുമെന്നുള്ള കാര്യം അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. മാത്രമല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ രാഹുൽ ഗാന്ധി, പിണറായി വിജയന്റെ ഫെഡറലിസത്തെ വല്ലാതെ സ്നേഹിക്കുന്ന BJP എന്ന തലക്കെട്ട് വരും എന്നുള്ളതുകൊണ്ട് കേന്ദ്രത്തിലേക്ക് ഈ പറയുന്ന ആൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലൊന്നും സംഭവിക്കാൻ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. കാര്യം ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ആളാണ് ഈ പറഞ്ഞ അജിത് കുമാർ. അപ്പോൾ BJP ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതെ മാധ്യമ വാർത്തകൾ പേടിച്ചു മിണ്ടാതിരിക്കുക, വിശ്വസിക്കണത് ഞങ്ങൾ അല്ലേ സുരേഷ്? തീർന്നില്ല. അല്ലല്ല ശ്രീ നിക്ക് ഹാഷ്മി, ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. അത് മാത്രമല്ല സംഭവിക്കുക, ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും AA റഹീമും DYFIക്കാരും CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്ന് ഡൽഹിയിലും കേരളത്തിലും ഒരുമിച്ച് നരേന്ദ്രമോദി സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറുന്നു എന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മുമ്പ് നടത്തിയത് ഇവരുള്ള സമരങ്ങളും നാളെ നടത്തും. അതും ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇവിടെ വേണ്ടത് എന്നത് ഇവിടെ അതുകൊണ്ടാണ് BJP പറയുന്നത് ധാർമ്മികമായി ഒരു നിമിഷം പോലും അധികാരത്തിൽ ഇരിക്കാൻ പറ്റില്ല. സുരേഷ്, താങ്കൾ തന്നെ പറഞ്ഞ ഇത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് സംശയിക്കുന്ന ഒരു ADGP BJPയുടെ മാതൃസംഘടനയായ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ പോയി കണ്ടത് എന്തിനാണ് എന്ന് പുറത്തു പറയൂ. RSS എന്തെങ്കിലും പറയാനുള്ള ബാധ്യത BJPക്ക് ഉണ്ടോ ശ്രീ സുരേഷ്? RSSും അജിത് കുമാർ തമ്മിലുള്ള സ്നേഹബാന്ധവം എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? ഒരു ബാധ്യതയില്ല ഹാഷ്മി RSSന്റെ പൂജനീയ സർസംഘചാലകിനെയും സർക്കാരി വാഹിനിയും ഒക്കെ ഈ രാജ്യത്ത് ADGPമാരല്ല DGPമാരും ക്യാബിനറ്റ് സെക്രട്ടറിമാരും IAS നമ്മുടെ IASകാരായിട്ടുള്ള സെക്രട്ടറിമാരും ഈ രാജ്യത്തുള്ള പരമപ്രധാന ചുമതലകൾ വഹിക്കുന്ന ആൾക്കാർ നിരന്തരം പോയി കാണാറുണ്ട്. അവർ പല കാര്യങ്ങളും കാണുന്നുണ്ട്. അവർ എന്തിന് കാണുന്നു എന്നതിനെ സംബന്ധിച്ച് RSS പറയേണ്ടത് മാത്രം പറയും, പറയേണ്ട ആവശ്യങ്ങളില്ലാത്തത് പറയാറുമില്ല. പോയിന്റ് നമ്പർ 1. രണ്ടാമത് IAS IPS ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇവിടെ കേരളത്തിലെ UDFന്റെ ഉന്നതതല സമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർ RSSന്റെ സർസംഘചാലക ഉൾപ്പെടെയുള്ള ആൾക്കാരെയും സർക്കാരി വകുപ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. CPMന്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആളെന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ടോ? കൊല്ലുന്ന ആളെന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ടോ? കൊല്ലിക്കുന്ന ആളെന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ടോ? സകല തിന്മകളും ചെയ്യുന്ന ഒരാളാണ് എന്ന ആരോപണം ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ ശ്രീ സുരേഷ്? സകല തിന്മകളും ചെയ്യുന്ന ഒരാളെന്ന് ഭരണപക്ഷ MLA പറയുന്ന ഒരാൾ RSSന്റെ രണ്ടാമനെ പോയി മണിക്കൂറുകൾ സംസാരിക്കേണ്ട കാര്യം എന്താണ് എന്ന് സുരേഷ് പോലും തോന്നിയിട്ടില്ലേ? ഹാഷ്മി ഞാൻ അതിലേക്ക് ഡയറക്റ്റ് ഉത്തരം തരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം കോൺഗ്രസുകാർ പറയട്ടെ UDFന്റെ നേതാക്കന്മാർ എന്തിനാണ് RSS നേതാക്കന്മാരെ കണ്ടത്. ആദ്യം കണ്ട CPM നേതാക്കന്മാരോ അല്ലെങ്കിൽ MV ഗോവിന്ദനോ പറയട്ടെ എന്തിനാണ് CPM നേതാക്കന്മാർ RSSകാരെ കണ്ടത്. അവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, അല്ലെങ്കിൽ ADGP MR അജിത്തും പറയട്ടെ എന്തിനാണ് കണ്ടതെന്ന് പറയട്ടെ. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ RSS തീരുമാനിച്ചാൽ ചിലപ്പോൾ തിരുത്തി പറയുമായിരിക്കും. അല്ലാതെ RSS എന്തിനാ RSSകാരെ വന്ന് കണ്ട ആൾക്കാരെ മുഴുവൻ പുറത്തറിയിച്ച് അവർ എന്തു പറഞ്ഞു എന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താ? രണ്ടാമത്
അത് രഹസ്യമാക്കി RSS വെച്ചത് എന്തിനാണ്? RSS ന്റെ ചുമതലപ്പെട്ട- അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് പി എൻ ഈശ്വരൻ പച്ചക്കള്ളം കേരളത്തോട് പറഞ്ഞ് എന്തിനാണ്? മൊത്തത്തിൽ ദുരൂഹതയാണ് സുരേഷ്. സുരേഷ് മൊത്തത്തിൽ ദുരൂഹതയാണ്. എന്തിനാണ് പി എൻ ഈശ്വരൻ പച്ചക്കള്ളം പറഞ്ഞ് കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല പറഞ്ഞ് എന്തിനാണ്? RSS സർക്കാർ വാഹ് കണ്ടോ കണ്ടില്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് RSS ഇത് കണ്ടെങ്കിൽ ആ കണ്ടത് PV അൻവർ ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷമല്ല, അതിനു മുമ്പായിരിക്കാം. 2. ഇനി മറ്റൊന്ന്, PV അൻവർ ഒരു പരിശുദ്ധ പശുവാണ് എന്ന് പറയാൻ പറ്റുന്ന മൂഢസ്വർഗത്തിലുമൊന്നും താങ്കളെ പോലെയോ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരെ പോലെയോ എത്തപ്പെട്ട ആളല്ല ഞാൻ. PV അൻവറിന്റെ ട്രാക്ക് റെക്കോർഡൊക്കെ ഈ കേരളത്തിൽ വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് ഇത് ഒരുമാതിരി എന്താ പറയുക, ഈ കുടിപ്പകയാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പ് വെട്ടിപ്പ് സ്വർണ്ണക്കടത്ത് അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കടത്തുകൾ നടത്തുന്ന ആൾക്കാരുടെ കുടിപ്പകയാണോ എന്നുള്ളതും ഒക്കെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഞങ്ങൾ പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസിയെ അന്വേഷിപ്പിക്കാൻ ഏൽപ്പിക്കണം. പിണറായി വിജയൻ ഒരു നിമിഷം പോലും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. രണ്ടുമാണ് BJPയുടെ നിലപാട്. അല്ലെ സുരേഷ്, ഈ അജിത് കുമാർ ADGP സ്ഥാനം ഒഴിയണം എന്ന് BJPക്ക് നിലപാടുണ്ടോ? അത് സ്വാഭാവികമായിട്ട് ഒഴിയേണ്ടതല്ലേ? ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ഒഴിയേണ്ടതല്ലേ? പറഞ്ഞു വിടാനുള്ള തന്റെ ഇടം കേരളത്തിന്റെ ഹെഡിനില്ലാത്തത് ഹെഡിനില്ലാത്തതല്ലേ ഈ കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം? അതെ, അത് തന്നെയാണ്. ആരുടെ കുറ്റമല്ല. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ ഇവിടെ ശ്രീ പ്രകാശ് ബാബു ചോദിക്കാം, CPM-നോ മുഖ്യമന്ത്രിക്കോ ഇല്ല. അതാണല്ലോ വിഷയം. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇന്നിപ്പോ നിങ്ങളുടെ LDF-ന്റെ കൺവീനർ ഇന്ന് പറയുകയാണ് RSS-മായി നടത്തിയ കൂടിക്കാഴ്ച അല്ല പ്രശ്നം, അവിടെ എന്ത് സംസാരിച്ചു എന്നാണ് പ്രശ്നം. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ LDF-ന്റെ കൺവീനർ ആവണ്ട, MV ഗോവിന്ദൻ ആവണ്ട, CPM-ന്റെ ഒരു ബ്രാഞ്ച് മെമ്പർ പോലും ആവണ്ട, ഇപ്പൊ നക്ഷത്രാങ്കിത ശുഭ്രപതാക പിടിക്കുന്ന ആശയം മനസ്സിലേറ്റിയ ഒരു SFI പ്രവർത്തകൻ അറിയാം RSS-നെ പോയി കാണുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണെന്നറിയാം. അത് LDF കൺവീനർക്ക് മനസ്സിലാവുന്നില്ല. ADGP MR അജിത് കുമാർ RSS-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പോയി കണ്ടു. LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറയുകയാണ് DGP അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ ഇതുകൂടി അങ്ങ് അന്വേഷിക്കട്ടെ. പ്രകാശ് ബാബു ചോദിക്കുന്നു ഇന്ന് കൃത്യമായി, ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെയുള്ളത് രാഷ്ട്രീയ ആരോപണമാണ്. ഇപ്പോൾ DGP MR അജിത് കുമാർ വിളിച്ച് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ദത്താത്രേയ ഹോസ്പിറ്റലിൽ കണ്ടത്? ADG അജിത് കുമാർ പറയുകയാണ്, ചായ കുടിക്കാൻ വിളിക്കാൻ പോയതാ, അവിടെ തീർന്നു അന്വേഷണം. നിങ്ങളെ പറഞ്ഞ് മണ്ടന്മാരാക്കിയായിരുന്നില്ലേ ഈ മുഖ്യമന്ത്രി ആ LDF യോഗത്തിൽ? ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, നിങ്ങൾ അത് കേട്ട് തൃപ്തരായി ഇറങ്ങിയും വന്നു. My wife ought not even to be under suspicion. ഇത് ജൂലിയസ് സീസർ BC 62 അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ പൂർബിയെക്കുറിച്ച് പറഞ്ഞതാണ്. അവർക്കെതിരെ സംശയമുണ്ടായപ്പോൾ അവരെ ഉപേക്ഷിക്കുകയാണ്, ഡിവോഴ്സ് ചെയ്തു. ഇവിടെ പ്രകാശ് ബാബു എഴുതിയ പുസ്തകത്തിലും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷം സംശയത്തിന് അതീതമായിരിക്കണം. സീസറുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇടതുപക്ഷ കക്ഷികളെല്ലാം CPM ഉൾപ്പെടെ LDF-ലുള്ള എല്ലാ കക്ഷികളും ഞങ്ങളുടെ വേദികളിൽ ഈ ADGP-ക്കെതിരെ നടപടിയെടുക്കണമെന്നും PV അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അന്വേഷിക്കണമെന്നും ADGP-യുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും എല്ലാവരും LDF യോഗങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും പറഞ്ഞതാണ്. സഖാവ് പ്രകാശ് ബാബുവിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഞാനുമായിട്ട് പല യോഗങ്ങളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിക്കുന്ന ആൾപ്പാർട്ടി മീറ്റിങ്ങിലും വളരെ ശക്തമായി നട്ടലോടെ തൻ്റെ തീരുമാനം പറയുന്ന ശക്തനായ ഒരു സഖാവാണ് പ്രകാശ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ യോഗം കൂടി, അതിനു മുമ്പ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി. ആ ഇടതുപക്ഷ മുന്നണിയുടെ യോഗം കൂടിയപ്പോൾ എല്ലാ ഘടകകക്ഷികളും ഇതേ അതിർത്തി പ്രകടിപ്പിച്ചു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതിർത്തി പ്രകടിപ്പിച്ചു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം, 30 ദിവസത്തിനകം നിങ്ങൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും കൂടെ പരിഗണിച്ച് DGP-യെ കൊണ്ട് അന്വേഷിപ്പിച്ച് 30 ദിവസം, അപ്പോൾ ഏകദേശം ഒക്ടോബർ 10 ആകുമ്പോഴത്തേക്ക് ആ 30 ദിവസമാവും, അതിനകത്ത് വെച്ച് പരിപൂർണമായിട്ട് മറുപടി തരാം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ LDF യോഗത്തിൽ പറഞ്ഞതായിട്ട് പുറത്തു നിന്നവർക്കറിയാൻ കഴിഞ്ഞത്. അതുതന്നെ ആയിരിക്കണം പറഞ്ഞതും. LDF കൺവീനർ അതുതന്നെയാണ് പുറത്ത് പറഞ്ഞത്. ആ ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ശ്രീ പ്രകാശ് അടിവരെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കാഴ്ചപ്പാടിൽ LDF തൃപ്തരാവുന്നത് എങ്ങനെയാണ്?
തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ. ആലോചിച്ച് നോക്കൂ ശ്രീ ബദേവ് സച്ചിദാനന്ദൻ, ഇവിടെ RSS കാരാൽ ഞങ്ങൾ സംഘപരിവാരത്താൽ ആരും കൊല ഞാൻ ചെയ്യപ്പെട്ട പറഞ്ഞല്ലോ. രക്തസാക്ഷി കുടീരങ്ങളിൽ ചെന്ന് രക്തസാക്ഷി സിന്ദാബാദ്, ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് എല്ലാ വർഷവും ഈ രക്തസാക്ഷി ദിനാചരണം നടത്തുന്ന CPM-കാരാണ്. ആ രക്തസാക്ഷി കുടീരത്തിൽ പോയിട്ട് വരുന്നവർ RSS-മായി പോയി കൂടിക്കാഴ്ച കണ്ടാൽ കുറ്റമില്ല, അവിടെ സംസാരിച്ച് എന്താണെന്ന് അറിയുന്നതാണ് കുറ്റം എന്ന് പറയുന്നത് ആരാണ്? LDF കൺവീനറാണ്, സുരേഷ് അല്ല. എന്തോ ഒരു രാഷ്ട്രീയ ശൂന്യതയാണ് നിങ്ങൾക്ക് ശ്രീ ബദേവ് സച്ചിദാനന്ദൻ. ഹാഷിബ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹാഷിമെ. അതായത് RSSന്റെ നേതാക്കന്മാരുമായിട്ട് പോയി കണ്ടത് തെറ്റാണെന്ന് ഞാനും പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ജ്യോതികുമാറോ ഉല്ലാസോ ആരും പറയില്ല, ഹാഷിവും പറയില്ല. ആരെയും പോയി കാണാം. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പലപ്പോഴും RSSന്റെ പല നേതാക്കന്മാരെയും പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തിന് കണ്ടു എന്നുള്ളതാണ് ചോദ്യം. സംഭാഷണമാണെങ്കിൽ അത് പ്രശ്നം. അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ CPM നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൽ, CPM-ന്റെ PB അംഗം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സർക്കാരിൽ അതിന്റെ പോലീസ് സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമൻ ദത്താത്രേയ ഹോസാബലെ വിളിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കണ്ടാൽ ഒരു കുഴപ്പമില്ല, കുറ്റമില്ല, അങ്ങനെയാണോ? തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു സന്ദർശനമാണെങ്കിൽ നമുക്കത് എതിർക്കാൻ പറ്റൂ. MR അജിത്കുമാർ വ്യക്തിയല്ല സാർ. MR അജിത്കുമാർ വ്യക്തിയല്ല സാർ. MR അജിത്കുമാർ ADGP ആണ്. MR അജിത്കുമാർ വ്യക്തിയല്ല, MR അജിത്കുമാർ ADGP ആണ്. ആ ADGP ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പേര് CPM എന്നാണ്. അല്ല, ഞാൻ CPM അല്ലെങ്കിൽ അല്ല. ഒരു വ്യക്തിക്ക് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ ഔദ്യോഗിക പരിവേഷവും അല്ലാത്തപ്പോൾ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എ സിസ്റ്റം ഓഫ് റൂൾസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഹൗ ടു ബിഹേവ് ഇൻ ഫോർമൽ സിറ്റുവേഷൻ, ദാറ്റ് ഈസ് പ്രോട്ടോകോൾ. ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. അപ്പോൾ ഒരു ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ കാര്യങ്ങളിൽ എങ്ങനെയാണോ പെരുമാറേണ്ടത് അതാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഞാനും ഇരുന്നിട്ടുണ്ട് 5 വർഷം സ്റ്റേറ്റിൽ വലിയൊരു സ്ഥാനത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട്. അനൗദ്യോഗിക യാത്രകളിൽ ഞാൻ എൻ്റെ കാറും PA ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. അതിന് പാർട്ടിയുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ കോൺഗ്രസ് ശരി ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു, ജ്യോതികുമാരുടെ ഉറപ്പുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആനന്ദ് ബോസ് സംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. TP സെൻകുമാർ DGP പങ്കെടുത്തിട്ടുണ്ട്. NK പ്രേമചന്ദ്രൻ പാർലമെന്റിന്റെ ക്യാന്റീനിൽ, ബലദേവ് സച്ചിദാനന്ദൻ, NK പ്രേമചന്ദ്രൻ പാർലമെന്റിന്റെ ക്യാന്റീനിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ അവിടെ പോയി തലയിൽ മുണ്ടിടാതെ പരസ്യമായി ക്യാമറകൾക്ക് മുന്നിൽ പോയി നിന്ന് അവിടെ ചായ കുടിച്ച NK പ്രേമചന്ദ്രനെ സംഖ്യയാക്കി അല്ലേ? അദ്ദേഹം BJP-യിലേക്ക് പോകുന്നവനാക്കി, അദ്ദേഹത്തെ അധമനാക്കി. അപ്പോൾ ഒന്നാം തരം കാപട്യമല്ലേ സാർ ആ വർത്താനമൊക്കെ നിങ്ങൾ പറഞ്ഞത്? അതിനുശേഷം പറഞ്ഞ സംഘവിരുദ്ധതയും ഒന്നാം തരം കാപട്യമല്ലേ? ഹാഷിബ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹാഷിബ്, എനിക്ക് സംസാരിക്കേണ്ട ഒരു അവസരം എന്താ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു RSSന്റെ നേതാവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഒരാളിനെ പോയി കാണുന്നത് ഞാനും കാണാറുണ്ടല്ലോ. എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഉല്ലാസ് ഉൾപ്പെടെ എത്രയോ സുഹൃത്തുക്കൾ RSS ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ പോയി കാണാറുണ്ട്. എൻ്റെ വീട്ടിലവർ വരാറുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനല്ലേ, അതിനകത്ത് യാതൊരു തെറ്റും പറയുന്നില്ല. പക്ഷേ എന്തിന് കണ്ടു, എന്തായിരുന്നു ആശയം, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഹാഷിം പറഞ്ഞ ഇതേ ചോദ്യം തന്നെ ഞങ്ങൾ ഇടതുമുന്നണിയുടെ നേതാക്കന്മാരോട് ചോദിക്കുന്നു. എന്തിന് MR അജിത്കുമാർ RSSന്റെ നേതാക്കന്മാരെ കണ്ടു? അത് അന്വേഷിക്കണം. ഞങ്ങൾ പ്രധാനമന്ത്രിയോട് ചായ കുടിക്കാൻ പോയപ്പോൾ NK പ്രേമചന്ദ്രനെ സംഖ്യയാക്കുകയും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് അവിടെ പ്രധാന പ്രചരണ വിഷയമാക്കുകയും ചെയ്ത CPM ഇവിടെ അജിത് കുമാർ RSSന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നേതാവിനെ, BJP-കാരനെ അല്ല, K. സുരേന്ദ്രനെ അല്ല, RSSന്റെ രണ്ടാം നേതാവിനെ പോയി കണ്ടിട്ട് അത് 11 മാസം അതിനെപ്പറ്റി പൂച്ച മിണ്ടാതിരുന്നിട്ട് അത് പുറത്തു വന്നപ്പോൾ കണ്ണുപൊത്തി കളിച്ചുകൊണ്ട് പറയുകയാണ് പോയി കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. കാപട്യം നാട്ടുകാർക്ക് മനസ്സിലാവും കേട്ടോ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ. എനിക്ക് ഹാഷിബ്, എനിക്കൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മറുപടി പറയാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവങ്ങളെല്ലാം വ്യക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്തിന് കണ്ടു അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു, അതിന് നടപടി ഉണ്ടാകും. അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 30 ദിവസം എന്ന് പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ മാമി തിരോധാന കേസ് പറഞ്ഞു, അത് കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഗവൺമെൻറ് ക്രൈംബ്രാഞ്ചിന് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഓടിട്ട് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു 1-2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട BJP നേതാവ് പറഞ്ഞ കാര്യങ്ങൾ. സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കടത്ത് അദ്ദേഹം ഇടയ്ക്കൂടെ കയറി പറഞ്ഞു. ഇത് എൻ്റെ പൊന്നു സുരേഷ്, ഇത് ഉല്ലാസ്, സുരേഷ്, ഇത് ആരാ അന്വേഷിക്കുന്നത്? 5 വർഷം നിങ്ങളുടെ കേന്ദ്രത്തിൻ്റെ വിവിധ ഏജൻസികൾ അന്വേഷിച്ചു. ഇതുവരെ എന്തെങ്കിലും തെളിവ് നിങ്ങൾ കൊണ്ടുവന്നു? സുരേഷ് ഇപ്പോൾ ഇരുന്നുകൊണ്ട് പറയാ ഇത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്ത് കാര്യങ്ങൾ അവിടെ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്? പിന്നെ IAS IPS ഓഫീസർമാർ, അവർക്കെതിരെ അന്വേഷിക്കാൻ വ്യവസ്ഥയുണ്ട്. ഏത് കേഡറിൽ അവർ ജോലി ചെയ്താലും
ദേശദ്രോഹപരമായ പ്രവൃത്തികൾ വന്നാൽ NIA-ക്ക് അന്വേഷിക്കാം. നിങ്ങൾ തന്നെ ആരോപിക്കുന്നത് എന്താ? സ്വർണ്ണക്കള്ളക്കടത്തിൽ ഈ പറയുന്ന ADGPക്ക് ബന്ധമുണ്ട്. നിങ്ങളുടെ ഉത്തർപ്രദേശിലൊരു സീനിയർ IAS ഓഫീസറെ CBI അറസ്റ്റ് ചെയ്തല്ലോ. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തിന് ബ്ലാക്ക് മണിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. NIA ആണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ ADGPക്കെതിരെ അന്വേഷണം എടുക്കാം. സ്വപ്ന സുരേഷുമായി ബന്ധമുള്ള കേസിൽ ഒരു IAS കേഡർ കിട്ടിയ ആളിനെ അറസ്റ്റ് ചെയ്തല്ലോ. ദത്താത്രേയ ഹോസാവലയുമായി 1 മണിക്കൂർ ചർച്ച നടന്ന ആൾക്കെതിരെ കേന്ദ്രം അന്വേഷിക്കുമോ? അതൊക്കെ എന്താണ് പറയുന്നത്? ശരി, എനിക്ക് ഇടവേളയിൽ കഴിയുന്നതിന് പോകണം. ഞാൻ ജ്യോതികുമാർ ചാമക്കാലേക്ക് ഇടവേള. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എന്താ മുഖ്യമന്ത്രി പറഞ്ഞ 1 മാസത്തിൽ 10-12 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10-20 ദിവസത്തിൽ താഴെ ബാക്കിയുണ്ട്. ഈ ദിവസത്തിൽ DGP ADGPയോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ ദത്താത്രേയ ഹോസാവലയെ കാണാൻ പോയതെന്ന് പറയും. അപ്പോൾ ADGP മണി പോലെ അവിടെ നിന്ന് പറയും എന്തിനാണ് ദത്താത്രേയ ഹോസാവലയെ കാണാൻ പോയത്, അതിന് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, പൂരം കലക്കുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ADGP അവിടെ നിന്ന് പറയും. എന്തിനാണ് അതിനുശേഷം റാമാധവനെ പോയി കണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ കൃത്യം റാമാധവനെ പോയി കണ്ട കാര്യം പറയും. റാമാധവനെ പോയി കണ്ടപ്പോൾ കൂടെയുള്ളത് ആരായിരുന്നു എന്നൊക്കെ കൃത്യമായി പറയും. അതിനുശേഷം DGP റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം നടപടി ഉണ്ടാകും എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. CPM ആവട്ടെ, LDF-ലെ ഘടകകക്ഷികളാവട്ടെ. എന്ത് പാവം പാർട്ടികളാണിത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. കഴിഞ്ഞ 31-ാം തീയതിയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. ഈ 30-ാം തീയതി ആകുമ്പോഴത്തേക്കും ഏകദേശം 1 മാസമാവുകയാണ്. താങ്കൾ ഈ ചോദിച്ചതുപോലെ കൃത്യമായി വിളിച്ചു ചോദിക്കാൻ മുഖ്യമന്ത്രി അന്നല്ലല്ലോ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയുന്നത്. മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയുന്നത് ആ കൂടിക്കാഴ്ച നടന്ന അതേ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടല്ലേ ഇതിനെക്കുറിച്ച് മൗനം പാലിച്ചത്. മുഖ്യമന്ത്രി പാർട്ടിയിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോ? മുഖ്യമന്ത്രി മുന്നണിയിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോ? മുഖ്യമന്ത്രി LDF കൺവീനറോടോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോടോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഇതിനെ സംരക്ഷിച്ചാലല്ലോ. നോക്കൂ, ഇവിടെ നമ്മുടെ സുരേഷ് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം, അദ്ദേഹം വക്കീൽ കൂടിയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച്, കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച്, ദേശസുരക്ഷയെ ബാധിക്കുന്ന PMLA ആക്ട് അട്രാക്ട് ചെയ്യുന്ന കുറ്റങ്ങൾ ചെയ്തു എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് FAQ, പിന്നെ എന്താ പറയുന്നത്, NIA-യുടെ FAQ നോക്കുകയായിരുന്നു. ആ NIA-യുടെ FAQ-ൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടത്, ക്യാൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ഡയറക്ഷൻസ് ടു സുവമോട്ടോ ടേക്ക് ഓവർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ കേസ്? സുവമോട്ടോ കേന്ദ്ര സർക്കാരിന് ഒരു അന്വേഷണം ഏറ്റെടുക്കാൻ പറയാൻ അവകാശമുണ്ടോ? ഏതിനെ സംബന്ധിച്ചാണ്? NIA സംബന്ധിച്ച്. ആൻസർ: യെസ്, ഇറ്റ് ഹാസ് ബീൻ പ്രൊവൈഡഡ് അണ്ടർ സെക്ഷൻ 6(5) ഓഫ് ദ NIA ആക്ട് 2008. അതനുസരിച്ച് 2008-ലെ NIA ആക്ടിൻ്റെ 6(5) ക്ലോസ് 6(5) അനുസരിച്ച് സുവമോട്ടോ കേസെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശിക്കാം. അത് NIA സംബന്ധിച്ച്. ഇനി ED-യെ സംബന്ധിച്ച്, ED-യുടെ ചുമതലകളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, വിദേശ വിനിമയ ചട്ടം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുടെ കേന്ദ്ര നിയമമാണ്. ഇതിൻ്റെ ലംഘനം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ അന്വേഷണം നടത്താൻ ED-ക്ക് സാധിക്കും. 1908-ലെ സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം സിവിൽ കോടതിക്ക് തുല്യമായ അധികാരങ്ങൾ ED ഡയറക്ടർക്കുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ എന്ന് പറഞ്ഞുകൊണ്ട് അത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്നിരിക്കെ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കുന്നില്ലെന്ന് മാത്രമല്ല, പൂർവ്വകാലങ്ങളിൽ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണവും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളും CPM-ഉം തമ്മിൽ പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതിനെതിരായി നിൽക്കുമെന്നാണ്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തെറിവിളിക്കാൻ ഉപയോഗിച്ചത് PV അൻവറയാണ്. PV അൻവറെ കൊണ്ട് തെറി വിളിപ്പിച്ചെന്ന് മാത്രമല്ല, PV അൻവറെ പിന്നീട് എൻഡോസ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, ഞാനത് പറഞ്ഞു പോയി എന്ന് മാത്രം. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ, പിന്നെ എന്തിനും ഏതിനും RSSകാർ മറുപടി പറയേണ്ടതില്ല. മറുപടി പറയായിരുന്നുള്ളൂ, പക്ഷേ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ കള്ളം പറയാൻ പാടുണ്ടോ? RSSൻ്റെ നേതാക്കന്മാർ തന്നെയല്ലേ പറഞ്ഞത് ഇത്തരത്തിൽ ADGP-യും പിന്നെ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന്? എന്തിനാണ് കള്ളം പറഞ്ഞത്? പോട്ടെ, RSS പറയണ്ട, അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം നോക്കൂ, ഇവിടെ EP ജയരാജനും പിന്നെ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഇപ്പോഴും പ്രകാശ് ജാവ്ദേക്കർ, അദ്ദേഹം RSS അല്ലല്ലോ, അതായത് പ്രഭാരിയാണല്ലോ BJP-യുടെ, എന്താ ഇപ്പോഴും അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു? അത്രയും വലിയ വിവാദമുണ്ടായിട്ടും അദ്ദേഹത്തിനെ വീട്ടിലിരുത്തിയിട്ടും EP ജയരാജനെ വീട്ടിലിരുത്തിയിട്ടും അതിനെ സംബന്ധിച്ച് മൗനം പാലിക്കുന്നത് ന്യായമായും ഒരു രാഷ്ട്രീയത്തിൽ ചേർന്നതാണോ? അപ്പോൾ നിങ്ങൾ പറയുന്നതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഇനി നിങ്ങൾ പറഞ്ഞു UDF-ൻ്റെ ആൾക്കാർ RSS-മായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന്. ഞാൻ എല്ലാ BJP നേതാക്കന്മാരോടും ചോദിച്ചു, ആരാണ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്? ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയിൽ ശ്രീ ഗോപാലകൃഷ്ണൻ വന്ന് പറഞ്ഞു അത് CP ജോണാണ്. വലിയ വെളിപ്പെടുത്തലായിപ്പോയി. അപ്പോൾ തന്നെ CP ജോണിനെ വിളിച്ചു. CP ജോൺ ആധികാരികമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. 2004-ലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പറായി പിന്നെ അനന്തപുരം സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ പങ്കുവച്ചു. RSSൻ്റെ അന്നത്തെ പിന്നെ നേതാവ് പിന്നെ മറ്റെന്തോ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. അതിനെ സംബന്ധിച്ച് തർക്കമായി.
വിരുദ്ധാഭിപ്രായങ്ങൾ വന്നു. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് ക്ലാരിഫൈ ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ അനുവാദം ചോദിക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയെയും അന്നത്തെ മന്ത്രി എം വി രാഘവനോടും പെർമിഷൻ മേടിച്ചതിന് ശേഷം അവിടെ അദ്ദേഹം ചെന്ന് കാണുകയും അതിനെ സംബന്ധിച്ച് അവർ അവരുടെ ആശയഗതികളിലുണ്ടായ വ്യത്യാസത്തെ സംബന്ധിച്ച് എഴുത്തുകൂത്തുകൾ നടത്തുകയും ഈ പറഞ്ഞ RSSന്റെ സംഘചാലക് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം എഴുതിയ അനുശോചന കുറിപ്പിൽ ഉൾപ്പെടെ CP ജോൺ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ടെന്നേ. അതിനപ്പുറത്തേക്ക് ഒരാളുടെ പേരുണ്ടെങ്കിൽ സുരേഷ് എന്ന് പറയട്ടെ. RSS നേതാക്കന്മാരെ പോയി കാണുന്ന UDF നേതാക്കന്മാരെ സംബന്ധിച്ച് ചുമ്മാ വന്നിരുന്നെങ്കിൽ തള്ളിയാൽ മതിയോ? ഇനി അടുത്തത് പിന്നെ എന്താ പറയുന്നത്, ഇനി ഒന്നുകൂടെ പറഞ്ഞു പോകണമല്ലോ. സുരേഷിനെ ഞാൻ വിട്ടു. പറഞ്ഞു പോകേണ്ടത് CPIയുടെ നിലപാടിനെ സംബന്ധിച്ചാണ്. ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ ഹാഷ്മി? ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. CPIയെ സംബന്ധിച്ച് ഇപ്പം 3-4 ക്യാബിനറ്റിന് ശേഷം കൂടിയേ ഒരു ക്യാബിനറ്റിൽ അവർ ഒന്നും പറഞ്ഞില്ല, മന്ത്രിസഭയിൽ ഒന്നും വിട്ടുനിന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഭരണത്തിൻ്റെ ചായയിൽ എല്ലാ ആനുകൂല്യങ്ങളും അവർ കൈപ്പറ്റും. എന്നിട്ട് ഈ ക്യൂബ മൂന്തൻ്റെ മോഡലിൽ അവർ വിമർശനം നടത്തും. അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്യുന്നില്ല. ഞാൻ 1-2 എക്സാമ്പിൾസ് മാത്രം CPIയെ കുറിച്ച് ചൂണ്ടിക്കാണിക്കട്ടെ. അവർക്ക് ആർജവം ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിലപാടെടുക്കണ്ടേ? ഇവിടെ നമുക്കറിയാം 2019 നവംബർ മാസം 3-ാം തീയതിയാണ് ഇതേ പ്രകാശ് ബാബു അദ്ദേഹം വ്യാജ ഏറ്റുമുട്ടലിനെ കുറിച്ച്, ആ ഏറ്റുമുട്ടൽ മാത്രമല്ല വ്യാജം, അതിൻ്റെ തെളിവും വ്യാജമായി ഉണ്ടാക്കിയതാണ്. മാവോയിസ്റ്റ് നേതാവ് മണിവാസകം കൊല്ലപ്പെട്ട വ്യാജ ഫേക്ക് എൻകൗണ്ടറിൽ ആ എൻകൗണ്ടർ ഫേക്ക് ആയിരുന്നു എന്നും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലും വ്യാജമായിരുന്നു എന്നും പരസ്യമായി പറഞ്ഞത്. 2019 നവംബർ 3-ാം തീയതിയാണ് ശ്രീ K പ്രകാശ് ബാബു അതിനെക്കുറിച്ച് പറഞ്ഞത്. അതവിടെ അവസാനിപ്പിച്ചു. അതേ ഒരു 10 ചോദ്യമൊക്കെ സർക്കാരിന് ചോദിച്ചു, അവിടെ അവസാനിപ്പിച്ചു. 2022 ഫെബ്രുവരി 9-ന് ഇതേ പ്രകാശ് ബാബു തന്നെ പറഞ്ഞു ലോകായുക്ത നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. 2022 ഫെബ്രുവരി 27 കാരണങ്ങൾ ന്യായീകരിക്കത്തക്കല്ലെന്ന് അന്നത്തെ സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഏതുമായി ബന്ധപ്പെട്ട ഈ ലോകായുക്തയുടെ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസിൽ RSS വിങ്ങുണ്ട് എന്ന് പരസ്യമായി ആദ്യം പറയുന്നത് ആനി രാജയല്ലേ? ആനി രാജ അത് പറഞ്ഞപ്പോൾ ആനി രാജയെ തിരുത്തിയത് അന്നത്തെ CPIയുടെ സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ആ സമയത്തിൽ ശ്രീ പ്രകാശ് ബാബു അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ പറയുന്ന സോ കോൾഡ് LDF യോഗത്തിൽ അജണ്ടയിലേക്ക് വന്നിരുന്നില്ല ഇത്. ആ ചാമകല പറഞ്ഞു പൂർത്തിയാക്കൂ. അതെ, അപ്പോൾ ആ രീതിയിൽ ഇവിടെ വിവാദമായ മാസുപ്പടിയും കരുവന്നൂറും EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖർ വിഷയവും ഉൾപ്പെടെ വന്നിട്ടും അതിനകത്തൊന്നും ഒരു മറുപടിയോ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, CPIക്ക് ആർജവമുണ്ടെങ്കിൽ, അവരുടെ ഈ വിമർശനങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ അവർ ഈ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തയ്യാറാകുമോ? അത് ചോദ്യമാണ്. ഇടവേള. അപ്പോൾ അത് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ADGPയെ പറ്റി, PV അൻവറിനെ പറ്റി, PV അൻവറിന്റെ ആരോപണത്തെ പറ്റി അധികം കേൾക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ അത് വീണ്ടും രാഷ്ട്രീയ കേരളത്തിന് സജീവ ചർച്ചയിലേക്ക് വരുന്നു. അത് പ്രകാശ് ബാബുവാണ് ആ 2ാം ഘട്ട ചർച്ചയ്ക്ക് തുടക്കമിടുന്നത്. PV അൻവർ പറയുകയാണ്, നോക്കും DGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ സഖാക്കളെ സംഘടിപ്പിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ, ആ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ലെങ്കിലും സഖാക്കളെ സംഘടിപ്പിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. ഇതിവിടെ കൊണ്ടൊന്നും തീരില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എൻകൗണ്ടർ ഇന്ന് പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ടൈം വിത്ത് SKN കാണാം. ഗുഡ് നൈറ്റ്.